അപ്പം നമ്മളിന്ന് കാണാൻ പോണത് ബഹ്റൈനിലെ ഏറ്റവും വലിയ ഫുഡ് ഫെസ്റ്റിവലാണ്. മരാസിയിലാണിത് നടക്കുന്നത്. 7-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെയാണ്. ഫെബ്രുവരി 7-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചാൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേകളും ക്ലൗഡ് കിച്ചണൊക്കെ ഉണ്ട്. പല തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഫുഡുകളെല്ലാം കൂടി ഒരു കുടക്കീഴിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ഈ അരങ്ങ കൊണ്ടൊക്കെ ഇവിടെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു കടലലകളൊക്കെ ഇങ്ങനെ ഒഴുകി പോണ പോലെ ഉണ്ട്. തീ കൂടിപ്പോയോ? ഇല്ല അല്ലേ? അപ്പോൾ വായോ. ചീജും നിധിക്കുട്ടിയും അച്ഛൻ്റെ കൈ പിടിച്ച് തുള്ളിച്ചാടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവർ ഈ പല പല നിറങ്ങളും എല്ലാവരും കണ്ട് ആകെ ഭയങ്കര അത്ഭുതമായിട്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ അതിൻ്റെ ഭംഗി എത്രത്തോളം കാണാൻ പറ്റേണ്ടതെന്ന് എനിക്കറിയില്ല. നേരിട്ട് പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ പറന്നുകൊണ്ട് ചായ കുടിക്കുന്ന സംഭവങ്ങൾ വരെ ഇതിനുള്ളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, രത്നക്കല്ലുകൾ നിറഞ്ഞ മരം. 1001 രാവുകളിലാണ് ഇങ്ങനത്തെ മരത്തിനൊക്കെ പറ്റി വായിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് രത്നക്കല്ലുകളല്ല, ലൈറ്റാണ്. പക്ഷെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് നോക്കി നമ്മളെ സ്പ്രിങ് വളയില്ലേ, ആ സംഭവം കൊണ്ടിട്ട് ഈ ഞാത്തിയിട്ടിരിക്കണത്. പക്ഷെ നല്ല രസമാണ്. കാറ്റ് വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഇങ്ങനെ ആടും കേട്ടോ. ഈ വരുന്ന ഷോപ്പിൽ ഇത് നമ്മളെ ബോബ മിൽക്കൊക്കെ കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. പിന്നെയും ഒരുപാട് പലതരത്തിലുള്ള ഫുഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ജീവിതത്തിൽ കാണാത്ത ഭക്ഷണങ്ങൾ വരെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഒരു ചേട്ടൻ തന്നാണ് കേട്ടോ. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. ഐസ്ക്രീമാണ്, പക്ഷേ നമ്മളെ സാധാരണ ഐസ്ക്രീം അല്ല കേട്ടോ. ഫ്രൂട്ട്സില്ലേ അത് അരച്ചിട്ട് ഐസ്ക്രീം പോലെ ആക്കിയിട്ട് തരുന്നതാണ്. അതുകൊണ്ടായ അതിലെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമിനൊക്കെ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതിൽ ആ വൈറ്റ് മാത്രമേ എനിക്ക് ഇഷ്ടമായുള്ളൂ. പിന്നെ ആ ചീജുനും നിധിക്കുട്ടിക്കും ഇവിടുന്ന് കോട്ടൻ ക്യാൻഡി വാങ്ങിക്കൊടുത്തു കേട്ടോ. 1 പീടിയാണ് ഇവർ ഒരു കോട്ടൻ ക്യാൻഡിക്ക് ഇവിടെ ചാർജ് ചെയ്യണത്. പുറത്ത് എനിക്ക് തോന്നുന്നു 500 ഫിൽസൊക്കെ ഉള്ളൂ എന്ന് കേട്ടോ. എന്തായാലും രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കോട്ടൻ ക്യാൻഡി കിട്ടിയപ്പോൾ. പുറത്ത് ക്ലൈമറ്റ് ഇങ്ങനെയായ കാരണമെന്ന് തോന്നുന്നു അതിങ്ങനെ മെൽറ്റായി പോകണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കുറേ ജെല്ലി മിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് വേണമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അവർ നമുക്ക് കവറും ഒരു കയ്യിലിങ്ങനെ തരും. നമുക്ക് ആവശ്യമുള്ളത് ആ ബോക്സിൽ നിന്ന് ഇങ്ങനെ എടുക്കാട്ടോ. ജെല്ലി മിഠായിയുടെ രൂപങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലാണ് ഞെട്ടുക. ഇതിങ്ങനെ വള്ളി പോലത്തെ കേട്ടോ. ഇനി വേറൊരെണ്ണം കാണണം. നാവ് കണ്ട, നമ്മളെ മനുഷ്യന്മാരെ നാവ് പോലെ എടുത്തിരിക്കണം. എങ്ങനെയാണ് കുട്ടികൾ ഇതൊക്കെ കഴിക്കണം. പിന്നെ ഹാർട്ട്, കുപ്പി, പുഴു, അങ്ങനെ പല പല ഷേപ്പിലാണ് കേട്ടോ. അത് നമ്മൾ എടുത്തിട്ട് അവർക്ക് കൊടുത്താൽ അത് എത്ര രൂപയ്ക്കുള്ളതുണ്ടെന്ന് പറയണ്ട. കോട്ടൻ ക്യാൻഡി അവന്മാർ വലിയ കാര്യത്തിൽ വാങ്ങിയെങ്കിലും അവസാനം നമുക്കായിട്ടാ പണി. ഞാൻ അതിൽ നിന്ന് 2 കടിയൊക്കെ കടിച്ച് എന്നിട്ട് അത് 2 യായിക്ക് കൊടുത്തിട്ടാ. യായി ഭയങ്കര വിഷമിച്ച് നിൽക്കണം. ഞാനിത് 2 ഒറ്റയ്ക്ക് തിന്നണമല്ലോ ഭഗവാനെ എന്ന് വെച്ചിട്ട്. അയ്യോ എന്തൊരു വിഷമോടെ എൻ്റെ മോൾക്ക്. 2 ഇനി ഒറ്റയ്ക്ക് കഴിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള വിഷമമാണ് കേട്ടോ അത്. ഇനി നമ്മൾ കാണാൻ പോണത് അടിപൊളിയായിട്ട് ഒരു പെണ്ണ് നിന്ന് കോങ്കാ ഡ്രമ്മില്ലേ അത് വായിക്കണതാണ്. അപ്പം അതൊന്ന് കേട്ടോളൂ കേട്ടോ. അപ്പണ്ടിടാ പറഞ്ഞു വേറെ കുറച്ച് ആൾക്കാർ എവിടെയോ കണ്ടുപരിചയമുണ്ട് അല്ലേ. അവരത് ഞങ്ങളെക്കാളും മുന്നോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അറിയാലോ, മുന്നത്തെ വ്ളോഗിൽ കണ്ടില്ലേ മുസ്തഫയും വൈഫയും ഞങ്ങളെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊച്ചിനെ പിടിച്ച് നടുവിൽ നിർത്തിയിരിക്കണ കണ്ടോ. അതിൻ്റെ തലയിൽ തട്ടാണ്ട് അതിങ്ങനെ അവരിങ്ങനെ എറിയണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഒരാളെ കയ്യിൽ നിന്ന് അത് വീഴും. അപ്പോൾ മറ്റാൾ വിന്നാവും കേട്ടോ. പിന്നെ അവിടെ കുറേ അറബികൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. പക്ഷേ പാട്ട് പാടണമല്ല, അതിൻ്റെ നടുവിൽ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ അരയിൽ നോക്കിയാൽ കാണാം ഒരു വലിയ വീതി കൂടിയ ഒരു പട്ട പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ശംഖില്ലേ, ശംഖുകൾ, കുഞ്ഞു ശംഖുകൾ ഇങ്ങനെ കോർത്തിട്ടിരിക്കുകയാണ് അതുപോലെ. അപ്പോൾ അവർ അങ്ങനായ ഒരു അരക്കെട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് കിടന്ന് ഇങ്ങനെ കിലു കേൾക്കാനായിട്ട് ആ ഒരു ഒച്ച കേൾക്കാൻ നല്ല രസമാണ്. അവരുടെ ആ പാട്ടിനനുസരിച്ചിട്ട് അത് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അവർ ഒരുപാട് നേരമായിട്ട് അങ്ങനെ നിന്ന് കാണിക്കണം. ശരിക്കും അവരെ സമ്മതിക്കണം.
അങ്ങനെ ഞങ്ങൾ ആ പാട്ട് കുറച്ച് നേരം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങോട്ട് തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ കണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സീസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത്. പിന്നെ ഇതാ ഇത് കണ്ടോ ഒരു റൗണ്ട് പോലൊരു സംഭവം, കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇങ്ങനെ ആടി കളിക്കാട്ടോ. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ, ഇതിനൊന്നും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ എൻട്രി ഫ്രീ ആണ്. ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കയ്യിൽ കാശെടുത്തിട്ട് വാങ്ങി കഴിക്കണം. പിന്നെ ഇതാ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഒരു പ്രിൻറ്റിന് 1.5 ബീഡിയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യും. പിന്നെ ഇതാ ഇവിടെ കുറേ ഗെയിമുകളുണ്ട്, പോക്കെ മൗസ്, ഫ്രോഗ് ജമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് അതും കളിക്കാം, അതിന് പേ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിതാ ഇങ്ങനെ തിരിച്ചു പോരുകയാണ്. അയ്യോ, ഇതിനിടയിൽ ഒരു സംഭവം കാണിച്ചു തരാൻ മറന്നുപോയി. അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്യട്ടെ. കിട്ടിപ്പോയി മക്കളെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആകാശത്തിരുന്ന് ചായ കുടിക്കണമെന്ന്. ആ കാണുന്ന സംഭവത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തിരുന്ന് ചായയും സ്നാക്സൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് 12 പേടിയാണ് കേട്ടോ ഒരാൾക്ക് ചാർജ് ചെയ്യണത്. അപ്പോൾ ഇതും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർ വേഗം തന്നെ പോര്. 26-ാം തീയതി വരെയുള്ളൂ നമ്മളെ ഫുഡ് ഫെസ്റ്റിവൽ. പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വളരെ കുറച്ച് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ, ഇതൊന്നുമല്ല ഒരുപാടുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം 2 ആൾക്കാർ എന്നെ ഒന്ന് വെറുതെ കൊതിപ്പിച്ചു. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസ്. ഞാൻ വെറുതെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അപ്പം ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.